+2 ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം സീരീസ് പാർട്ട് 3 ആണിത്. അപ്പോൾ ഇന്ന് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്ന് നോക്കാം. എയിം ടു ഡിറ്റർമിൻ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ബൈ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അതിൽ UV മെത്തേഡ്, ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ്, UV ഗ്രാഫ്, 1/U 1/V ഗ്രാഫ്, ഈ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കാണാൻ ചെയ്തിട്ടുണ്ടാവുക. എക്സാമിന് ഈ 4 മെത്തേഡും കൂടെ ഒരു കുട്ടി ചെയ്യേണ്ടി വരില്ല. മാക്സിമം 2 മെത്തേഡ് മാത്രമേ ഒരു കുട്ടി ചെയ്യേണ്ടി വരുള്ളൂ. പക്ഷേ നമ്മൾ 4ഉം പഠിച്ചിരിക്കണം. അപ്പോൾ ഇപ്പം ഇത് ഞാൻ പറയുന്നതെല്ലാം പഠിക്കാം. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളൊരു ക്വസ്റ്റ്യനാണ് പവർ ഓഫ് ലെൻസ് എന്നത്. അത് നിങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ എയിമും പഠിക്കണം. അപ്പം എയിം വായിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ തിയറി. ആദ്യം ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ് ഈ എഴുതിയിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എഴുതാൻ പാകത്തിന് അത് പഠിക്കണം. അതുപോലെ UV മെത്തേഡ്, ഇതൊരു ബേസിക് ഇക്വേഷൻ ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഇക്വേഷനാണ്. അപ്പം ഈ ഒരു ബേസിക് ഇക്വേഷൻ അതിനകത്ത് നിന്ന് UV മെത്തേഡ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ F=UV/U+V എന്നുള്ള ഇക്വേഷൻ ഇതിൽ എഴുതുമ്പോൾ U എന്താണ്, V എന്താണ്, F എന്താണ്, നമ്മളൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ ഓരോ നൊട്ടേഷൻസും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് എടുത്തെഴുതണം. അതുപോലെ പവർ എയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ പവറിനുള്ള ഇക്വേഷൻ ഇത് തിയറി ആയിട്ട് പഠിക്കണം. പവർ P= റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എന്ന് റേ ഒപ്റ്റിക്സിൽ തിയറി പഠിച്ചിട്ടുണ്ട്. അതൊന്ന് ഇവിടെ എഴുതണം. പവർ = 1/4 ഫോക്കൽ ലെങ്ത് എന്നുള്ളത്. ഇനി UV ഗ്രാഫ്, അതുപോലെ 1/U 1/V ഗ്രാഫ് വന്നാൽ അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ അപ്പോൾ തിയറി എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനിൽ പറയാം. ഇപ്പം നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? പ്രൊസീജിയർ പഠിക്കണ്ട. ഇനി ലെൻസ്, മിറർ ഇതുപോലെയുള്ള ഒപ്റ്റിക്സിലെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് റേ ഡയഗ്രം എന്ന് പറയുന്നത്. അതായത് ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നു, ലെൻസ് എവിടെ ഇരിക്കുന്നു, സ്ക്രീൻ എവിടെ, അതായത് ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഈ ഒരു ഡയഗ്രത്തിനാണ് റേ ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് വളരെ കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ UV മെത്തേഡിൻ്റെ റേ ഡയഗ്രം എന്ന് പറയുമ്പോൾ വെറുതെ നിങ്ങൾ ലൈൻ വെച്ച് വരച്ചിട്ടാൽ പോരാ. അതായത് റേ ആണ്, ആരോ മാർക്കൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിരിക്കണം. അപ്പോൾ ഈ റേ ഡയഗ്രം പഠിക്കുന്നു. ഇനി അതുപോലെ ടാബുലാർ കോളം, ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ്, ടാബുലാർ കോളം പഠിക്കുക. ഓരോ കോളത്തിലും എന്താണ് എഴുതേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഇനി താഴെ UV മെത്തേഡിൻ്റെ കോളം, ഇവിടെ U യൂണിറ്റ്, ഇതുപോലെ ഇവിടെ V 1/U 1/V. ഇപ്പോൾ തൽക്കാലം ഇതെല്ലാം പഠിക്കുക. ഇനി അതുപോലെ UV ഗ്രാഫ്, ഇപ്പോൾ റീഡിങ്സ് എടുത്തുകൊണ്ട് ഈ UV ഗ്രാഫ് വരയ്ക്കാൻ ഇപ്പോൾ പഠിക്കേണ്ട. ഇതിപ്പോൾ തുടക്കമാണല്ലോ. അപ്പം X ആക്സിസിൽ ഏതാണ് ക്വാണ്ടിറ്റി? X ആക്സിസിൽ U ആണ്, Y ആക്സിസിൽ V ആണ്, യൂണിറ്റ്. ജസ്റ്റ് റഫായിട്ട് ഈ UV ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നു എന്നുള്ളത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. റീഡിങ്സൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സാമിന് മുമ്പ് പഠിക്കാം. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇനി UV ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ഫോക്കൽ ലെങ്ത് OA+OB/4 എന്നുള്ളതാണ്. ഇതൊക്കെ കമ്പൽസറി ആയിട്ടുള്ള ഇക്വേഷനാണ് കേട്ടോ. അപ്പോൾ O ഇവിടെ ഏത്, ഈ പോയിൻ്റ്, B ഈ പോയിൻ്റ്. UV ഗ്രാഫ് ആണെങ്കിൽ ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ മറ്റൊരു മെത്തേഡാണ് 1/U 1/V ഗ്രാഫ് ഉപയോഗിച്ച് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത്. 1/U 1/V ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാണെന്നും X ആക്സിസിൽ ഏതാ ക്വാണ്ടിറ്റി, Y ആക്സിസിൽ ഏതാണ് ക്വാണ്ടിറ്റി, യൂണിറ്റ് എങ്ങനെ എഴുതണം. 1/U ആയതുകൊണ്ട് ഇവിടെ വരുന്നത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്, ഇവിടെയും സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ലക്ഷ്യം +2 ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാമിന് 40 മാർക്ക്, മുഴുവൻ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 1/U 1/V ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഫോക്കൽ ലെങ്ത് F=2/OA+OB. അപ്പോൾ ഇതാ O ഇവിടെ, A ഇവിടെ, B ഇവിടെ. ഇതിപ്പം എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല.
അതൊന്നും ബൈ ഹേർട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഈ ഗ്രാഫ് അവസാനിക്കുന്ന 2 എൻഡ് പോയിൻറ്റ്സ് ആണ് എ ബി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തൽക്കാലം ആദ്യ ഘട്ടം എന്നുള്ള തരത്തിൽ നിങ്ങൾ പഠിക്കുക. ഇനി ഇതാ റിസൾട്ട് എഴുതുമ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് ഗിവൺ കോൺവെക്സ് ലെൻസ് ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ആ മെത്തേഡിൻ്റെ ആൻസർ യു വി മെത്തേഡ്, യു വി ഗ്രാഫ്, 1/u 1/v ഗ്രാഫ്, പവർ ഓഫ് ലെൻസ്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പവർ ഓഫ് ലെൻസ് യൂണിറ്റ് ഡയോപ്റ്റർ എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം മീറ്ററിലാണ് എഴുതേണ്ടത്. ആ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇപ്പം ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇതിലിപ്പം ബൈ ഹേർട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? തിയറി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ, ട്രേ ഡയഗ്രാം, ടാബുലാർ കോളം, ഗ്രാഫ് ഷേപ്പ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇതുപോലെ തന്നെ കോൺകേവ് മിററും പഠിച്ചു തുടങ്ങാം. കോൺകേവ് മിററും ഇതേ മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. എയും വായിക്കുന്നു, അവിടെയും യു വി മെത്തേഡ്, അതുപോലെ നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ് എന്നിങ്ങനെയുള്ള മെത്തേഡുകളാണ് പഠിക്കേണ്ടത്. ഇതാ തിയറി വായിക്കാം. തിയറി ഇതാണ്, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. ലെൻസ് മിററും ഒക്കെ എല്ലാ സ്കൂളുകളിലും ചെയ്യിപ്പിക്കുന്ന 2 എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ യു വി ബൈ യു പ്ലസ് വി ആണ്. യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വി ഇമേജ് ഡിസ്റ്റൻസ്, എഫ് ഫോക്കൽ ലെങ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതുന്നു. യു വി മെത്തേഡിൻ്റെ റേ ഡയഗ്രാമാണ് ലെൻസിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഒരു തവണയൊന്നും പഠിച്ചാൽ ഓർമ്മ കിട്ടില്ല, മനസ്സിലാക്കി പഠിക്കുക. മിററാണ്, റിഫ്ലക്ഷനാണ്, ഒബ്ജക്റ്റ് ഇമേജും ഒരേ സൈഡിലാണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ റിഫ്ലക്ഷനാണ് നടക്കുന്നത്, ലെൻസിലാണെങ്കിൽ റിഫ്രാക്ഷൻ നടക്കുന്നതുകൊണ്ട് സ്ട്രൈറ്റ് ലൈനിലാണ് ഇതെല്ലാം വെക്കേണ്ടത്. അപ്പോൾ യു വി ആരോ മാർക്ക് ഈ ആരോ മാർക്ക് ഇങ്ങോട്ട്, വി എന്ന് പറയുമ്പം ആരോ മാർക്ക് ഇങ്ങോട്ട്, ഇങ്ങനെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡിൻ്റെ റേ ഡയഗ്രാം പഠിക്കണം. ഇതിൻ്റെ ടാബുലാർ കോളം, യു വി മെത്തേഡിൻ്റെ ടാബുലാർ കോളം, യു വി ഗ്രാഫ് ഷേപ്പ്, ഇക്വേഷൻ 1/u 1/v ഗ്രാഫ്, ഫോക്കൽ ലെങ്ത് 2/OA + OB. ഈ മെത്തേഡൊക്കെ നിങ്ങളുടെ സ്കൂളിൽ പ്രാക്ടിക്കലിന് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അല്ലാതെ നിങ്ങൾ ചെയ്യാത്ത എക്സ്പെരിമെൻറ്റോ മെത്തേഡുകളോ ഒരിക്കലും നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടി വരില്ല. നിങ്ങളുടെ റെക്കോർഡിലുണ്ട് എങ്കിൽ മാത്രം നിങ്ങളിതൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുക. റിസൾട്ട് ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇങ്ങനെ ഓരോ എക്സ്പെരിമെൻറ്റ്സും പഠിച്ചു തുടങ്ങുക. ബാക്കിയുള്ള കാര്യങ്ങൾ വരും വീഡിയോയിൽ. താങ്ക് യു.